അപ്പോൾ നല്ലൊരു ഓണമായിട്ട് നമ്മൾ ബാൻഡേഡൊക്കെ ഒട്ടിച്ചിട്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞവരോട് വീഡിയോ ചെയ്യാൻ പറ്റും മക്കളെ. ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ വീഡിയോ ചെയ്യും. ഇല്ല ഗവു? ഇതൊക്കെ ഇപ്പം അങ്ങോട്ട് മാറും. അപ്പം ഞങ്ങൾ എങ്ങടാ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൻഡേജ് ഒട്ടിച്ചേക്കട്ടാ. അപ്പം എൻ്റെ അടുത്ത് ഈ ഡ്രസ്സ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ദിവസം കഴിഞ്ഞ് ഇത് പറിച്ച് കളഞ്ഞോളൂ, കാറ്റ് കൊണ്ട് ഉണങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരുവോണമായിട്ട് ഓണസദ്യ ഉണ്ണാൻ പോവാണ്. ഒരാളോടി വരാനുണ്ട്, വന്നുണ്ട്. നൈറ്റിയൊക്കെ ഇട്ടിട്ടാണ് വന്നത്. ചുരിദാർ ഇടാൻ പറഞ്ഞിട്ട് ഇട്ടില്ല, നൈറ്റി ഇട്ടിട്ടാണ്. ഊബർ വിളിച്ചിട്ടുണ്ടായി, ഊബറുകാരന് വഴി തെറ്റിപ്പോയി. ഇവിടെ ഊബറിൻ്റെ ആളാണ്. ഇതാ വാഴയിലയും കൊണ്ട്, വാഴയിലയും നൈറ്റിയും ഒക്കെ ഇട്ട് ഒരാൾ ഓണസദ്യ കഴിക്കാൻ പോവാണ്. അപ്പം എങ്ങടാ നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോണത്? തന്നെയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഓണസദ്യ കഴിക്കാൻ വന്നെന്ന്. അപ്പോൾ ഈ കോലത്തിലാണ് ഞാൻ ഓണസദ്യ കഴിക്കാൻ പോണത്. എങ്ങനെയുണ്ട് കോലം? കോലം പോയി വരൂലേ? കോലം വരും, ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും റെഡിയാവും. വണ്ടി വീണ്ടും അപ്പുറത്തോട്ട് പോയി. അയാൾക്ക് നഷ്ടമല്ലേ എങ്ങനെ? അപ്പം ധന്യയുടെ വീട്ടിൽ ഓണസദ്യ കഴിക്കാൻ പോയിട്ടാ. ചോറ് തുറക്കാൻ കവരിക്ക് ചോറ് തരും. ആർക്കാ ചോറ് വേണ്ടെന്ന് വെച്ച് പറയണോ കേട്ടാ. ശരി തരാം. ഞാൻ എടുത്തോളാം, നിങ്ങൾക്ക് എടുത്താൽ ബുദ്ധിമുട്ടില്ല. പപ്പടാ ഒരു 50 ആൾക്കുള്ള പപ്പടമുണ്ട്. അപ്പോൾ 2026 ഓണസദ്യ ഞങ്ങൾ ഇന്നാണ് തിരുവോണ സദ്യ കേട്ടോ. നിങ്ങളും കൂടി വിൽക്കണം നല്ലത്. 2026 തിരുവോണ സദ്യ കഴിക്കുകയാണ്. അമ്മയുണ്ട്, ജലരിയുണ്ട്, പിന്നെ മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം നല്ലൊരു തിരുവോണ സദ്യ. ഞങ്ങൾ വിനുവിൻ്റെ വീട്ടിലിരുന്നാണ് കഴിക്കണേ. വിനുവിൻ്റെ വീട്ടിലാണ് സദ്യ. പരിപ്പ് പായസം, സേമിയ പായസം, 3 പായസം ഉണ്ട്. അപ്പൊ ഏത് വേണമെന്ന് നമ്മൾ കൺഫ്യൂഷനാണ്. 3 ടേസ്റ്റ് ചെയ്തൊക്കെ 3നും മധുരമൊക്കെ കുറവാണ്. ഇത് നോക്കണി, ഇവനെ വിളമ്പാനേപ്പിച്ചതാണ്. പായസം 3 തരം, 1 തരം, 2 തരം, 3 തരം. തങ്ക് കുറച്ച് മതി. കുറച്ചായിട്ടേയും കൂടി ഒഴിക്കട്ടെ. 3 കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചാലോ? വിളിക്കുന്നു പപ്പടം വേണം. അപ്പൊ പരിപ്പ് പായസം, സേമിയ പായസം, അട, സദ്യ, വിളമ്പുകാരി, കുഞ്ഞുമണി. അപ്പൊ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുഖത്തൊക്കെ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ വീഡിയോ എടുക്കും? മുഖത്തൊക്കെ ഇത് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കും. കാണാനില്ല. ഞാനും എൻ്റെ ഗൗരിയും. ഇതാണ് ഓണക്കോടി. ഓണക്കോടിയാണോ? അല്ലേ, ഇത് ഓണക്കോടിയാണോ? ഓണക്കോടിയാണോ?
ഓണക്കൊടിയാണോ? ക്രിസ്മസിന്റെ ഉടുപ്പ് പോലെ ഉണ്ടല്ലോ. കുഞ്ഞു 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 കുഞ്ഞു. ഓ ഒരു ജിമ്മാക്കിയ ജിമ്മ്. ഇങ്ങനെ ഇങ്ങനെ ഇല്ലേ? കുഞ്ഞാവൂ പോയിരുന്നു. അവിടെ പോയിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഓണസദ്യ ഉണ്ണാനായിട്ട് വന്നതാണ്. അവിടെ എല്ലാവരും ഓണസദ്യ ഉണ്ണയാണ്. അപ്പം ഞങ്ങൾ ടി വി കാണാൻ പോവാന്ന് പറയുമ്പോൾ ട്രാവൽ വ്ളോഗ് എന്തെങ്കിലും യൂട്യൂബിൽ വെക്കാനാണ് ഞാൻ പറഞ്ഞത് അല്ലേ അമ്മ? ട്രാവൽ വ്ളോഗ് കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ട്രാവൽ വ്ളോഗ് കാണും. വെച്ചോളൂ. അപ്പോൾ ട്രാവൽ വ്ളോഗ് കാണണമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ പാട്ട് വെച്ചപ്പോൾ അടിപൊളി പാട്ടാണ് പിള്ളേർ വെച്ചത്. പിന്നെ അവിടെ കിടന്ന് കുറേ ഡാൻസ് കളിച്ചു. ഓണമൊക്കെ അല്ലേ, വർഷത്തിലൊക്കെ ഇങ്ങനെ ഒരിക്കൽ എല്ലാവരും കൂടി ഒത്തുചേർന്ന് സമാധാനമായിട്ട് സന്തോഷമായിട്ടും ഭക്ഷണം കഴിച്ച് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കുന്നത് ഒരു സന്തോഷമല്ലേ. വല്ലപ്പോഴും കിട്ടുന്ന ഈ സന്തോഷം എന്തിനാണ് വേണ്ടാന്ന് വയ്ക്കുന്നത്? അപ്പോൾ ട്രാവൽ വ്ളോഗ് കാണാനിരുന്ന ഞങ്ങൾ ഇത്തരത്തിൽ അവിടെ കിടന്ന് തുള്ളി മറിഞ്ഞു. കുറേ നേരം ഇങ്ങനെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു തിരുവോണത്തിൻ്റെ അന്ന്. ഒരു ഹാപ്പിനെസ്സും നമ്മുടെ ജീവിതത്തിലേക്ക് അന്നേ ദിവസം വരില്ല എന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി. എനിക്ക് 2-3 ഹാപ്പിനെസ് എനിക്ക് ഉണ്ടായിരുന്നു അന്നേ ദിവസം. ഇതെനിക്ക് ഏറ്റവും വലിയൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷം ഈ ഒരു ഡാൻസോടുകൂടി